സാധാരണ ഭരണത്തിലിരിക്കുന്ന ചെറിയ പാർട്ടികൾ അവർക്ക് മുന്നണി കൊടുക്കുന്ന ചില സ്ഥാനമാനങ്ങൾ, അതായത് PSC മെമ്പർ, ദേവസ്വം ബോർഡ് മെമ്പർ തുടങ്ങിയവ വിറ്റ് കാശാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വിൽക്കുന്നത് പാർട്ടിക്കാരറിയില്ല. മുതിർന്ന നേതാവ് അല്ലെങ്കിൽ നേതാക്കളായിരിക്കും കച്ചവടം ഉറപ്പിച്ച് വീതം വയ്ക്കുന്നത്. അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പിനെ കുറിച്ച് പുറത്തു വരുന്നത്. പക്ഷേ അത് കേട്ടപ്പോൾ വിശ്വാസം വന്നില്ല. കാരണം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പരിപാടിക്ക് ചെയർമാൻ ജോസ് കെ മാണി നിന്നു കൊടുക്കില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും അതിനെ തുനിഞ്ഞാൽ സംശയിക്കേണ്ട, അത് ചില താക്കോൽ സ്ഥാനീയരായിരിക്കും. അതിന് ജോസ് കെ മാണിയുടെ മൗന അനുവാദമുണ്ടോ എന്നും സംശയിക്കണം. പാർട്ടിക്ക് അനുവദിച്ചിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പ്രതിനിധിയുടെ കാലാവധി കഴിഞ്ഞ 29-ാം തീയതി അവസാനിക്കുമെന്ന് അറിഞ്ഞതു മുതലാണ് ലേലം വിളിയുടെ വാർത്ത പുറത്ത് പ്രചരിക്കുന്നത്. പാർട്ടിയുമായി പുലബന്ധം പോലുമില്ല എങ്കിലും പാർട്ടി ആചാര്യനായിരുന്ന മാണി സാറിൻ്റെ കൂടെ 2011-ൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി കൊച്ചു കച്ചവടക്കാരനായിരുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് ഈ സ്ഥാനത്തേക്ക് കച്ചവടം ഉറപ്പിക്കാൻ പരക്കം പായുന്നത്. ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് അവിടുത്തെ കൊച്ചു സൗകര്യം കച്ചവടം ചെയ്യാനുള്ള സാധ്യതയോർത്താണ് ഇയാൾ ഇതിൽ കണ്ണുവച്ചിരിക്കുന്നതെന്നാണ് അരമന രഹസ്യം. ജോസ് കെ മാണി മുമ്പ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇയാളും ഒപ്പം ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള പരിചയമാണ് കച്ചവടങ്ങൾക്ക് ആധാരം. ഈ സ്നേഹം മുതലാക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് KM മാണിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും കയറിക്കൂടിയത്. പാർട്ടിയിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും മുദ്രാവാക്യം വിളിച്ചും വെള്ളം കോരിയും പണിയെടുത്തിരുന്ന സാധാരണ പ്രവർത്തകരെ മൂടോടെ വെട്ടിയാണ് ഇങ്ങനെയുള്ള ഏഭ്യന്മാരെ സ്ഥാനത്തും അസ്ഥാനത്തും അവരോധിക്കുന്നത്. മാത്രമോ KM മാണിയുടെ സ്റ്റാഫിലിരുന്ന് ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കി. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇയാളുടെ കച്ചവടത്തിൻ്റെ വ്യാപ്തി. ഇയാൾക്ക് പാർട്ടി പ്രവർത്തകരെ വളരെ പുച്ഛമാണ്. അവരൊക്കെ സിന്ദാബാദ് വിളിക്കാനുള്ള ആണെന്നാണ് ഇയാളുടെ കാഴ്ചപ്പാട്. KM മാണിയുടെ മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ജോസിൻ്റെ ചെവി കടിച്ചു പറിക്കലായിരുന്നു ഇഷ്ടവിനോദം. ഇയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റി പരദൂഷണം പറയലായിരുന്നു മുഖ്യ വിനോദം. അതൊക്കെ പോകട്ടെ, ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് ചുറ്റും കറങ്ങുകയാണ്. ഇതിനിടയിൽ പാർട്ടിയിൽ ഏത് സ്ഥാനം അനുവദിച്ചു കിട്ടിയാലും അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവും ഇതിനായി വട്ടം ചുറ്റി. പക്ഷേ ക്രിസ്ത്യാനിയായ ഇയാൾ പിന്നീടാണ് അറിഞ്ഞത് അത് ഹിന്ദുക്കൾക്ക് മാത്രമായി സംവരണം ചെയ്തിരിക്കുകയാണെന്ന്. കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം പൂർവാശ്രമത്തിൽ ഹിന്ദുക്കളായിരുന്നുവെന്നൊക്കെ തട്ടിവിട്ട് നോക്കി. എവിടെ ഏശാൻ? തൂക്കിയെടുത്ത് മീനച്ചലാറ്റിൽ എറിഞ്ഞുവെന്നാണ് കരക്കമ്പി. ഇപ്പോൾ കേൾക്കുന്നത് ആ സ്ഥാനം കച്ചവടം ചെയ്യാൻ ഇയാൾ ചാക്കുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടത്രേ. അതിനാണ് പാർട്ടിക്കാർ ജോസിനെയും തെറ്റിദ്ധരിക്കുന്നത്. ഇയാൾ പലരോടും ലേലം വിളി നടത്തിയെന്നാണ് കേൾക്കുന്നത്. ഉദ്ദേശിച്ച തുക വന്നില്ലെന്നും ജോസ് കെ മാണിക്ക് കൂടി വിഹിതം കൊടുക്കണമെന്നും പരദൂഷണക്കാർ പറയുന്നു. ജോസ് കെ മാണിയോട് ഒന്നേ പറയുവാനുള്ളൂ, ഇയാളൊക്കെ പറയുന്നതും കേട്ട് എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുത്താൽ ചെളി അങ്ങയുടെ ദേഹത്താണ് വീഴുന്നത്. ഇയാളൊക്കെ പൊടിയും തട്ടി എങ്ങോട്ട് വീണേലും ഏത് പാർട്ടിയിലോട്ടും പോകും. അങ്ങേക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ട് അകത്തി നിർത്തേണ്ടവനെ ഒരു കാതം അകലത്തിൽ തന്നെ നിർത്തണം. അതിന് മടിക്കണ്ട, അല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പറഞ്ഞു എന്നേ ഉള്ളൂ.